ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗീതാഗോവിന്ദിൻ്റെ റിവ്യൂ ഇടാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പ് ഗീതാഗോവിന്ദിൻ്റെ റിവ്യൂ ഇട്ടുള്ള റിയാക്ഷൻ ടി വി എന്ന ചാനലിലായിരുന്നു. അപ്പോൾ അത് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഗീതാഗോവിന്ദ ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ടെങ്കിൽ മാത്രമേ എനിക്കിനി ഗീതാഗോവിന്ദിൻ്റെ റിവ്യൂ പ്രൊമോ എപ്പിസോഡ് റിവ്യൂ ഒക്കെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇടുവാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അടുത്ത ആഴ്ച പ്രൊമോയിൽ കാണിക്കണം നമ്മുടെ ഗോവിന്ദും അതുപോലെ തന്നെ വിജയലക്ഷ്മിയും കൂടി കൂടുതൽ അടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അതേസമയം ജയിലൊരു പുള്ളി ഇരിക്കുന്നത് കാണിക്കുന്നുണ്ടല്ലോ. അത് വേറെ ആരും പക്ഷേ നമ്മൾ വിജയലക്ഷ്മിയുടെ മകളല്ല രഞ്ജു എന്ന് പറയുന്നത്. രഞ്ജു വിജയലക്ഷ്മിയുടെ മകളാണ്, അവിഹിത ബന്ധത്തിലുണ്ടായ മകളാണ് എന്ന് പറഞ്ഞിട്ടാണല്ലോ ഗോവിന്ദ് വിജയലക്ഷ്മിനെ വെറുക്കാൻ കാരണം. ശരിക്കും വിജയലക്ഷ്മിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, അത് ഗോവിന്ദ് മാധവ് മാത്രമാണ്. രഞ്ജുവിൻ്റെ അമ്മയാണ് ജയിലിൽ കിടക്കുന്ന പുള്ളി. മിക്കവാറും അത് മാധവൻ നായരുടെ വേറെ മൂന്നാമത്തെ ഭാര്യയോ അല്ലെങ്കിൽ വേറെ ഒരു സെറ്റപ്പ് ഭാര്യയുടെ സെറ്റപ്പ് ഭാര്യ ആയിരിക്കാം, അതിൻ്റെ മകളായിരിക്കാം രഞ്ജു. അത് നമ്മുടെ ഗോവിന്ദിനോട് പറയാൻ പറ്റില്ല. തൻ്റെ അച്ഛന് വേറെ ഒരു ഭാര്യയുണ്ട്, വേറൊരു ഓൾറെഡി രാധികാമനെ കല്യാണം കഴിച്ചു, അതിന് പുറമെ വേറൊരു പെണ്ണുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഗോവിന്ദിന് ആകെ വിഷമവും. ഗോവിന്ദ് അത് വിശ്വസിക്കൂല. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ വിജയലക്ഷ്മി അത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിന്നത്. പിന്നെ രഞ്ജുവിനോടും ഈ സത്യങ്ങളൊന്നും പറയാൻ പറ്റില്ല, കാരണം രഞ്ജുവിനെ സ്വന്തം മകളെ പോലെയാണ് വിജയലക്ഷ്മി വളർത്തിയത്. അതുകൊണ്ട് തന്നെ രഞ്ജുവിനടുത്ത് ഈ സത്യം പറയാൻ പറ്റില്ല. എന്തായാലും വിജയലക്ഷ്മി ഗോവിന്ദ് തമ്മിൽ ഒരുപാട് അടുക്കുന്നുണ്ട്. അവർ തമ്മിൽ നമ്മുടെ ഗീതു ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടുപ്പം കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗോവിന്ദൻ്റെ ഫ്രണ്ട് സീറ്റിൽ, അതായത് ഗീതു ഇരിക്കുന്ന സീറ്റിൽ തന്നെ വിജയലക്ഷ്മിനെ പിടിച്ചിരുത്തുന്നുണ്ട്. അവരൊരു ചെറിയൊരു ടൂർ പോവുകയാണ്. ടൂർ പോകുമ്പോൾ നമ്മുടെ ഗോവിന്ദിൻ്റെ കയ്യിൽ ചായ എടുത്തിട്ട് ഗോവിന്ദ് വിജയലക്ഷ്മിക്ക് കൊടുക്കുമ്പോൾ വിജയലക്ഷ്മിക്ക് വല്ലാത്ത സന്തോഷം തോന്നും കേട്ടോ. ആ സമയത്ത് വിജയലക്ഷ്മി തീരുമാനിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം തൻ്റെ മകൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം. തൻ്റെ വാക്കുകൾ തൻ്റെ മകൻ ഇപ്പോൾ കേൾക്കാൻ വേണ്ടി വില്ലിങ് ആണ്. അതുകൊണ്ട് തൻ്റെ മകനോട് സത്യങ്ങളൊക്കെ പറയാമെന്ന് വിജയലക്ഷ്മി വിചാരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.